ഹലോ. അപ്പോൾ സമയം വെളുപ്പാങ്കാലം 4-4:15 കേട്ടോ. ഞാനിങ്ങനെ ഒരുങ്ങി റെഡിയായിട്ട് നിൽക്കുന്നത് ഒരു സ്ഥലം വരെ പോകാനാണ്. അപ്പോൾ ഞാൻ ഹരിക്കുട്ടന് മാത്രമല്ല, ആരൊക്കെ ഉണ്ടെന്നറിയാമോ? ഹരിതയുണ്ട്, ആമിക്കുട്ടനുണ്ട്, സുജാതാമ്മയുണ്ട്, പിന്നെ ചിക്കുണ്ട്. അപ്പോൾ ഇത്രയും പേരും കൂടെ ഈ കാറിൽ, പിന്നെ എൻ്റെ അച്ഛനും അമ്മയും കൂടെ അച്ഛൻ്റെ ഓട്ടോയിൽ, അങ്ങനെ ഇങ്ങനെ 2 വണ്ടിയിലായിട്ടാണ് കേട്ടോ ഞങ്ങൾ യാത്ര തുടങ്ങിയത്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ചെയ്തത് വെച്ചാൽ ആവശ്യത്തിന് പെട്രോൾ അടിച്ചിട്ടാണ് പോകുന്നത്, കാര്യം കുറച്ച് ദൂരമുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പിന്നെ ഇറങ്ങിയ സമയത്ത് നല്ല ഇരുട്ടായതുകൊണ്ട് പിന്നെ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. അങ്ങനെ നേരം ഇങ്ങനെ വെളുത്ത് വരുന്ന സമയമായപ്പോഴത്തേക്കും വീഡിയോ ഒക്കെ പയ്യെ എടുത്ത് തുടങ്ങി. ഈ ടൈമിൽ ഹരിയും ആമിക്കുട്ടനും നല്ല ഉറക്കമായിരുന്നു കേട്ടോ, അവരെന്നല്ല ഞങ്ങളും. അങ്ങനെ ഒരു 8 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ സ്ഥലമെത്തി കേട്ടോ. ഇതെവിടെയാണെന്ന് വെച്ചാൽ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്തുള്ള ഒരു ഗുഹാക്ഷേത്രമാണ് കേട്ടോ. മലകളുടെയും കാടുകളുടെയൊക്കെ നടുവിലായിട്ട് 100 പടികൾ താണ്ടി ഒരു ഭഗവതി പ്രതിഷ്ഠ കൊള്ളുന്നു. ക്ഷേത്രത്തിൻ്റെ പേര് കല്ലിൽ ശ്രീ ഭഗവതി ടെമ്പിൾ എന്നാണ്. ഈ അമ്പലത്തിലോട്ട് പോയപ്പോൾ തന്നെ ഉണ്ടല്ലോ, ഭയങ്കര മനസ്സിന് ഭയങ്കര കുളിർമയായിരുന്നു കേട്ടോ. കാര്യം നിശബ്ദമായിട്ടുള്ളൊരു അന്തരീക്ഷം, പിന്നെ ചന്ദനത്തിൻ്റെയും പനിനീരിൻ്റെയും തുളസിയുടെയൊക്കെ നല്ല ഗന്ധം. സത്യം പറഞ്ഞ മനസ്സങ്ങ് കുളിർമ കൊണ്ട് വയലായിരുന്നു കേട്ടോ. ചെന്നപാട് ഹരിക്കുട്ടനെ തോളയിലെടുത്ത് വെച്ച് അച്ഛൻ മല കയറാൻ തുടങ്ങി കേട്ടോ. പിന്തുടർച്ചയായിട്ട് അമ്മയും, അതിൻ്റെ തുടർച്ചക്കായിട്ട് ഞാനും കയറാൻ തുടങ്ങി. അപ്പം ഞങ്ങളിലൊക്കെ സ്ട്രെങ്ത് കൂടുതലുള്ളവർ നേരത്തെ ചിക്കു, ഹരിതയോ, ആമയോ, അമ്മയോ ഒക്കെ കയറി അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. ഹരീനെ ഇങ്ങനെ തോളലെടുത്ത് വെച്ച് നടന്നുകൊണ്ടിരുന്ന സമയത്ത് അച്ഛനോട് പറഞ്ഞത്, ഇങ്ങനെ ഹരീനെ എടുത്തോണ്ട് നടക്കുമ്പോഴത്തേക്ക് നിങ്ങളെ, അതായത് ഞങ്ങളെ, എന്നെ ഹരിതനെ കുഞ്ഞിലെ ശബരിമലയിൽ ഇതേപോലെ തോളലെടുത്തോണ്ട് വെച്ച പോയ കഥ കേട്ടോ ഓർമ്മ വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരുക കേട്ടോ. പിന്നെ ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്ന ഈ കല്ലിൽ ഭഗവതി ക്ഷേത്രത്തിൽ നട തുറന്നു വെക്കുന്നത് 9 മണി വരെ കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് നട അടക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ വരണം എന്നുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ ദൂരെയുള്ളവരൊക്കെ നേരത്തെ വന്നാൽ നമുക്ക് ദേവിയെ കണ്ണ് നിറയെ കണ്ട് പ്രാർത്ഥിച്ച് നമുക്കിങ്ങ് പോരാം കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ നടത്തത്തിന് ശേഷം ഞങ്ങൾ ദേവിയുടെ തിരുനടയിലേക്ക് എത്താറായി കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പടികളൊക്കെ കടന്നിട്ട് വേണം നമുക്ക് ദേവിയെ കാണാൻ ചെല്ലാനായിട്ട്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് ക്യാമറയൊന്നും അലൗഡ് അല്ല കേട്ടോ. ഈ കാണുന്ന സ്റ്റെപ്പിൻ്റെ അപ്പുറം ഇപ്പുറയും ഒക്കെ കാടാണ്. കാട് മാത്രമല്ല, വലിയ പാറകളാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതുപോലെ ദേവി ഇരിക്കുന്ന ആ അമ്പലത്തിൻ്റെ തൊട്ട് മേൽക്കൂര എന്ന് പറയുന്നത് ഒരു വലിയ പാറക്കെട്ട് തന്നെയാണ് കേട്ടോ. ഇത് ഹരിയും അച്ഛനും തമ്മിലുള്ള ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് തന്നെയാണ് കേട്ടോ. ഭയങ്കര സ്നേഹമാണ് കേട്ടോ ഹരിക്ക് അച്ഛനോട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെയൊക്കെ അമ്പലത്തിൻ്റെ ഓരോരോ കാഴ്ചകൾ ഇങ്ങനെ കാണുമായിരുന്നു കേട്ടോ. ഇത്രയും വലിയ പാറക്കെട്ടുകളുടെ ഇടക്ക് ഒരു കുഞ്ഞമ്പലം. ഈ അമ്പലത്തിൻ്റെ അതിൻ്റെ മേൽക്കൂര എന്ന് പറയുന്നത് ഒരു വലിയ പാറയാണ് കേട്ടോ. അതിൻ്റെ താഴത്താണ് ശ്രീകോവിൽ. ഈ അമ്പലത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്നത് തന്നെ കേട്ടോ. ഇതെല്ലാം ആരുടെയൊക്കെയോ സ്വപ്നങ്ങളാണ് കേട്ടോ. ഇങ്ങനെ ഈ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ കല്ലുകൾ ഇങ്ങനെ മേലെ അടുക്കി വെച്ചാൽ വീടെന്നുള്ളൊരു സ്വപ്നം സാഫല്യമാകുമെന്നാണ് കേട്ടോ വിശ്വാസം. അപ്പം മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളെ തട്ടിക്കളയാതെ ഞാനും ഒരു ആഗ്രഹം പറഞ്ഞിങ്ങനെ കല്ലെല്ലാം ഇങ്ങനെ അടുക്കി വെച്ച് പ്രാർത്ഥിച്ചു കേട്ടോ. ആഗ്രഹം സഫലമായാൽ ഉറപ്പായിട്ട് ഞാനത് നിങ്ങളോട് പറയുന്നതാണ് കേട്ടോ. പിന്നെ അച്ഛന് തോന്നിയൊരു തോന്നലിൻ്റെ പുറത്തുണ്ടായ യാത്രയാണ് കേട്ടോ ഇത്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ അമ്പലത്തിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷവും അച്ഛന് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ കാണുന്ന ഇതൊരു ചെറിയൊരു കേവ് പോലത്തെ സംഭവമാണ്. അതിൽ കൂടെ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കടന്നു വരാം. പക്ഷേ അച്ഛൻ ഇങ്ങനെയൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മകൻ എന്തെല്ലാം കാണിക്കുന്നു അതുപോലെ തന്നെ എനിക്കും തോന്നിയത് കേട്ടോ. അതുപോലെ തന്നെ ഈ സമയങ്ങളിലെല്ലാം ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ ഇടവിട്ടിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, അപ്പു എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ്, അപ്പവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയതന്നെ അല്ലേ നമ്മുടെ ഈ കോറോന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളും ശരിക്കും ഈ കൂട്ടത്തിൽ മിസ് ചെയ്ത അപ്പുവിനെയാണ്. അപ്പം അപ്പുവൊക്കെ ആയിട്ട് ഒരു ദിവസം നമുക്കിവിടെ പോകുന്നൊരു വീഡിയോ ഒക്കെ നമുക്ക് ഇടാം കേട്ടോ. അങ്ങനെ അപ്പൂപ്പനും മോനും കൂടെ ഇതേപോലെ കൈയും പിടിച്ച് ഈ അമ്പലം മുഴുവനും നടന്നു വരുന്നൊരു സീനാണ് കേട്ടോ ഈ കാണുന്നത്. എന്തായാലും ഹരിക്കുട്ടനായാലും ആമിക്കുട്ടനായാലും ഞങ്ങളൊക്കെ ആണെങ്കിലും ഭയങ്കര ഹാപ്പിയായി. ഞങ്ങൾക്കാണെങ്കിൽ മനസ്സിന് ഭയങ്കര സമാധാനം.
സത്യം പറയാലോ ആ ഒരു അന്തരീക്ഷത്തിൽ ആ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു പ്രസൻസ് ഭയങ്കര ഒരു സമാധാനം എന്ന് ഞാൻ എടുത്തു പറയുന്നത് സമാധാനം കിട്ടുന്നത് കൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ആർക്കും കിട്ടാത്ത സമാധാനമാണല്ലോ. എന്തായാലും ദേവിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം വളരെ ഭംഗിയായിട്ട് ദേവിയെ കണ്ടു, തൊഴുതു, പ്രാർത്ഥിച്ചു, അങ്ങനെയൊക്കെ കഴിഞ്ഞു. എന്തായാലും ആ ഒരു കാര്യം കഴിഞ്ഞു. ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ നേരെ ഇനിയിപ്പോൾ തട്ടേക്കാട് പോവുക കേട്ടോ. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലേക്ക് പോവുക കേട്ടോ.